എല്ലാവർക്കും നമസ്കാരം. എറണാകുളം ജില്ലയിൽ നിന്നും രണ്ട് സഹോദരിമാർ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതായത് സനാതന ധർമ്മത്തെക്കുറിച്ച് ആധികാരികമായി വളരെ ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ആവശ്യം. ഞാൻ അവരോട് പറഞ്ഞു ചെയ്യാം, പക്ഷേ അത് ഒരു പങ്ക്തിയായിട്ട് സനാതന ധർമ്മ പാഠശാല എന്ന് പറയുന്ന ഒരു പങ്ക്തിയായിട്ട്, അല്ലെങ്കിൽ സനാതന ധർമ്മ പാഠം എന്ന ഒരു പങ്ക്തിയായിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ആ സനാതന ധർമ്മ പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് സനാതനം, എന്താണ് ധർമ്മം, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് മുൻപായിട്ട് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ആരാണ് ഗുരു എന്നുള്ളത്. പലരും പറയും ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്ന് പറയും. ആരാണ് ഗുരു എന്നുള്ളതിന് നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മാവ് ഗുരുവാണ്, വിഷ്ണു ഗുരുവാണ്, ശിവൻ ഗുരുവാണ്. ഒരു ബ്രഹ്മത്തിന്റെ 3 ഭാവങ്ങളാണ് ഇവർ. അതുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് ഗുരു. പക്ഷേ സാധാരണക്കാർ തൃപ്തരല്ല. കാരണം ആ ബ്രഹ്മത്തെ നമുക്ക് കാണുവാൻ കഴിയുമോ? നേരിട്ട് പഠിക്കാൻ കഴിയുമോ? ഇല്ല. ഈ അരൂപിയായിട്ടുള്ള ബ്രഹ്മത്തിന് പകരം അവതാര പുരുഷന്മാരായ കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ പഠിക്കും? നമ്മുടെ മനസ്സിലുള്ള ഒരു ഗുരുസങ്കല്പം, ഇപ്പോൾ വിദ്യാലയങ്ങളിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നു, വിദ്യാർത്ഥികൾ പഠിക്കുന്നു, ആ ഒരു വീക്ഷണം. അതേപോലെ തന്നെ സംഗീതം, നൃത്തം മുതലായവ പഠിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു അധ്യാപകനെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ അധ്യാപകന്റെ അടുത്ത് പോവുകയോ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു തരുന്നത് പഠിക്കുന്ന സമ്പ്രദായം. ഇതാണ് നമ്മുടെ മനസ്സിൽ ഒരു ഗുരു ശിഷ്യ സങ്കല്പമുള്ളത്. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത് ശരിയായിരുന്നു. പക്ഷെ കാലം മാറി, നമ്മുടെ ജീവിത വ്യവസ്ഥകളും മാറി, എല്ലാം മാറി. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കുവാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം തു ബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ തു. ഒരു വിദ്യ പൂർണ്ണമാകുന്ന അങ്ങനെയാണ്. ആചാര്യാത് പാദമാദത്തെ, ഒരു പാദം ആചാര്യനിൽ നിന്നും, ഒരു പാദം ശിഷ്യൻ സ്വമേധയാ പഠിക്കുകയും വേറൊരു പാദം സഹപാഠികളിൽ നിന്ന് പഠിക്കുകയും മറ്റൊരു പാദം കാലക്രമത്തിൽ ജീവിത അനുഭവങ്ങളിലൂടെ പഠിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് ഒരു വിദ്യ പൂർത്തിയാകുന്നത്. അപ്പോൾ ഇവിടെ ഗുരു ആരാണ്? ഗുരു ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു നീക്കുന്നവൻ, ഇരുട്ടിനെ നീക്കുന്നവൻ, പ്രത്യക്ഷത്തിൽ സൂര്യൻ എന്ന് പറയാം. അതല്ലാതെ ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അതിന് സൗകര്യമുണ്ട്, അതാത് വിഷയങ്ങളിൽ. പക്ഷെ ആധ്യാത്മിക വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക പാഠശാല എല്ലാ സ്ഥലത്തും ഉണ്ടോ? ഉള്ള സ്ഥലങ്ങളുണ്ടായിരിക്കാം. ഗീതാ പഠന ക്ലാസ്സുകളും ആധ്യാത്മിക മറ്റു വിഷയ കാര്യങ്ങളും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളുണ്ട്, ഗുരുവുണ്ട്, അവിടെ പോകാം. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ പിന്നെ എന്താണ് അതിൻ്റെ വഴി? ഇവിടെ ധാരാളം വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഏത് സ്വാമിജിമാരുടെ വീഡിയോ അല്ലെങ്കിൽ ഏത് പണ്ഡിതന്മാരുടെ വീഡിയോ നെറ്റിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. അത് പറയുന്നത് നമുക്ക് കേൾക്കാം. അത് മുഖാമുഖം നിന്നിട്ടാണല്ലോ കേൾക്കുന്നത്. ഗുരു പറയുന്നത് നമ്മൾ നേരിട്ട് കേൾക്കുന്നുണ്ടല്ലോ.
കാണുന്നുണ്ടല്ലോ, അത് കേൾക്കാം. എന്നിട്ട് ശ്രവണം, അതാണ് കേൾക്കുമ്പോൾ. മനനം നിധിധ്യാസനം, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക, പിന്നെ അത് ധ്യാനത്തിലൂടെ ഉറപ്പിക്കുക. അതെങ്ങനെ? ഒരു സംഗതി കേട്ട് കഴിഞ്ഞാൽ അത് സത്യമുണ്ടോ, ധർമ്മമുണ്ടോ, ന്യായമുണ്ടോ, യുക്തിയുണ്ടോ, ശാസ്ത്രമുണ്ടോ, ഇതെല്ലാം നമ്മളതിൽ പരിശോധിച്ചിട്ട് വേണം നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ. അതാണ് ശിഷ്യസ്വമേധയാ എന്ന് പറയുന്നത്. ഒന്ന് കേൾക്കുക. ഗുരുവിൽ നിന്നൊരു വാക്കോ ഒരു ശ്ലോകമോ കേട്ടാൽ മതി, അതിൻ്റെ അർത്ഥം ഒന്ന് കേട്ടാൽ മതി. ബാക്കിയുള്ള ശിഷ്യന് സ്വയം ഉണ്ടാക്കണം. കാരണം അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. അപ്പോൾ ശരിക്കും ഗുരു, എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, എൻ്റെ ഉള്ളിലുണ്ട്. ആ ഗുരുവിനെ ഉണർത്തുകയാണ് വേണ്ടത്. ബാഹ്യമായി എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഗുരു ഉണരുന്നു, അതിനെ വിശകലനം ചെയ്യുന്നു. അങ്ങനെയാണ് ശരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ വ്യാസനിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, ഗ്രന്ഥങ്ങൾ വായിച്ച്. അതിൽ സംശയങ്ങൾ നമ്മൾ മറ്റാരോടെങ്കിലും ചോദിക്കുന്നു, അങ്ങനെ മനസ്സിലാക്കുന്നു. അതും ഗുരുമുഖത്തു നിന്നുള്ള പഠനമാണ്. അല്ലാതെ ആദ്യം മുതൽ ഒരു ഗുരുവിൻ്റെ മുന്നിൽ ചെന്നിരുന്ന് പഠിക്കുന്നത് മാത്രമാണ് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്ന് കരുതരുത്. നമ്മളൊരു ഗ്രന്ഥം വായിച്ചു, സംശയമുണ്ട്, നമുക്ക് അറിയാവുന്ന ആരോടെങ്കിലും, തരക്കടില്ല എന്നറിയാവുന്ന ഒരു ആചാര്യൻ്റെ അടുത്ത് നിന്ന് സംശയം ചോദിക്കുന്നു. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുടെ അടുത്ത് നമ്മൾ സംശയം ചോദിക്കുന്നു, നമുക്കത് വ്യക്തമാകുന്നു. അപ്പം അവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഒരു ഗുരുവിനെ തേടി ആ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് വിചാരിച്ചിരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ നെറ്റിൽ നോക്കുക, ധാരാളം പ്രഭാഷണങ്ങളുടെ എല്ലാം കേൾക്കുക. കേൾക്കുമ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നും. ആ സംശയ നിവാരണത്തിന് എഴുതി ചോദിക്കുക, അല്ലെങ്കിൽ മറ്റു വല്ലവരോടും ചോദിക്കുക. അത് മനസ്സിലാകും. അങ്ങനെ പതുക്കെ 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 നമുക്ക് ആധ്യാത്മികമായി പഠനമാകാം. ഇതൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. ഗുരുവിൻ്റെ പാദത്തിൽ ദക്ഷിണ വെച്ചുകൊണ്ട് ഒരു ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് തന്നെ കേട്ടാലേ ഇത് മുഴുവൻ പഠിയൂ എന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സിസ്റ്റമൊക്കെ മാറി. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ സാങ്കേതികമായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. ആ സൗകര്യം നമ്മൾ മുതലാക്കുക, അതാണ് വേണ്ടത്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ തന്നെ ചില ചെറുപ്പക്കാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കാണാം, നല്ല രൂപത്തിൽ പ്രഭാഷണം നടത്തുന്നു. അവരൊന്നും ഇപ്പോൾ ഇതേമാതിരി ഓരോ ഗുരുവിൻ്റെ കീഴിലും ചെന്നിരുന്ന് പഠിച്ചതായിക്കൊള്ളണമെന്നില്ല. പഠിക്കാം, സൗകര്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ കാണാം, വീഡിയോ കണ്ട് കേട്ട് സംഗതി മനസ്സിലാക്കാം. പക്ഷെ അത് അപ്പടി വിശ്വസിക്കരുത്. ഭഗവാൻ കൃഷ്ണൻ പോലും ഗീത ഉപദേശിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞെന്താണ്? യഥാ ഇച്ഛസി തഥാ കുരു. എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് ചെയ്യാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് അതേമാതിരി അനുസരിക്കണം എന്നല്ല പറയുന്നത്. ചിന്തിക്കുക, മനനം ചെയ്യുക, മനനം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക. അങ്ങനെ എത്തുന്നതുകൊണ്ടാണ് വിവിധ തലത്തിലുള്ള വിവിധ അഭിപ്രായങ്ങൾ വരുന്നത് ഒരേ വിഷയത്തെക്കുറിച്ച് തന്നെ. രസകരമായൊരു സംഭവം പറഞ്ഞുതരാം. മഹാത്മാഗാന്ധിയും ഗീത കൈവശം വെച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സെയും ഗീത കൈവശം വെച്ചുകൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു. അവർക്ക് രണ്ടാൾക്കും ഗീത അറിയാം. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഒരാൾ ചോദിച്ചു, ഇത് ഏത് ഗീതയാണ് ശരി? മഹാത്മാഗാന്ധിയുടെ ഗീതയാണോ അതോ ഗോഡ്സെയുടെ ഗീതയാണോ ശരി? നല്ലൊരു ചോദ്യമാണത്. അപ്പം അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചാണ്. അവസാനം ചെന്നെത്തുന്ന അവിടെയാണ്, സംസ്കാരത്തിലാണ്. നമ്മുടെ സംസ്കാരം. ഇപ്പം ഗീത ഒരു വസ്തുവിനും കൊള്ളില്ല എന്ന് പറയുന്ന ഒരാളുടെ പ്രഭാഷണം ഇന്നലെ ഞാൻ കേട്ടു. അത് കലഹമുണ്ടാക്കുന്നതാണ്, അത് വീട്ടിൽ അടുപ്പിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രഭാഷണം. അത് അയാളുടെ അഭിപ്രായം. കാരണം അയാളുടെ സംസ്കാരം അതിനെ അനുവദിക്കുന്നുള്ളൂ. എന്നാൽ ശങ്കരാചാര്യർ പറഞ്ഞ ഇതം ഗീതാശാസ്ത്രം അഖില വേദസാര സംഗ്രഹഭൂതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ച ഒരു ശാസ്ത്രഗ്രന്ഥമായിട്ടാണ് ഗീതയെ കാണുന്നത്. അതേസമയത്ത് ഈ വിദ്വാൻ പറയുന്നത് അത്
പേരുള്ള ഒരു വിദ്വാനാണ്. എന്താ പേര് ഞാൻ മറന്നുപോയി. പേര് കേട്ട ഒരു വിദ്വാനാണ്. അത് അടുപ്പിക്കാൻ പറ്റില്ല വീട്ടിൽ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനാധാരം അവനവൻ്റെ സംസ്കാരമാണ്. ഏത് വിഷയവും അതേമാതിരിയാണ്. നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചാണ്. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.